ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോപ്പസ് ഇൻ്റർനാഷണൽ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ ഓരോ കൺട്രീനെ കുറിച്ചും ഓരോ യൂണിവേഴ്സിറ്റീനെ കുറിച്ചും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. പക്ഷേ നമ്മളൊരു സ്റ്റഡി അബ്രോഡിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പോയിൻറ്റ്സ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ കുറച്ചൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഏർലി സ്റ്റാർട്ട് ഓഫ് ദി ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കൺട്രി ആയിക്കോട്ടെ, ഏത് കോഴ്സ് ആയിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, നമ്മൾ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഐഡിയൽ ടൈം നമുക്ക് ഏതൊരു കൺട്രിയിലേക്കും പ്രോസസ് ചെയ്യാനുള്ള ഒരു ടൈം എന്ന് നമ്മൾ പറയുന്നത് ഒരു 8 to 10 months മുമ്പെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പല കൺട്രീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്വീഡൻ, ഫിൻലൻഡ്, അങ്ങനെ കുറച്ച് US പോലുള്ള കൺട്രീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നല്ല നല്ല യൂണിവേഴ്സിറ്റി, ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റി, അതേപോലെ ക്വാളിറ്റി ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ അവർ ഓൾമോസ്റ്റ് ഒരു 8 to 10 months മുമ്പേ അവർ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ 2026 കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ മിക്ക കൺട്രീസിൻ്റെ ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫിൻലാൻഡ്, സ്വീഡൻ പോലുള്ള കൺട്രീസ്, അതേപോലെ ഇറ്റാലി പോലുള്ള കൺട്രീസ് ഓൾറെഡി അവരുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓൺ ആൻ ആവറേജ് ഒരു ജാൻ 2026 വരെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഡെഡ് ലൈൻ വരുന്നത്. സോ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എത്ര നേരത്തെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നു അതനുസരിച്ചിട്ടുള്ള നമുക്ക് പ്രിപ്പറേഷൻ, അതായത് പിന്നീടുള്ള വിസ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ always remember, start your application at the earliest. Second important point, always have a clear idea about the course, university and country. ഇതിൽ ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കുന്നത്, അത് നല്ലൊരു റിസർച്ച് അതിന് വേണം. കാരണം ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പല ഫാക്ടേഴ്സും നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. എന്തൊക്കെയായിരിക്കും, നമ്മൾ അതിൻ്റെ കോസ്റ്റ് നോക്കണം, നമുക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ എബിലിറ്റി, അതായത് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി. ഇപ്പോൾ ചില കുട്ടികൾ ലോണൊക്കെ എടുത്ത് പോകുന്നുണ്ടാവും, അതിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ ഫാമിലിക്ക്. പിന്നെ എന്താണ് നമ്മൾ ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം നമ്മുടെ ഒരു ഫ്യൂച്ചർ എന്താണ്, ഇത് നമുക്ക് താല്പര്യമുള്ളതാണോ, അതേപോലെ നമുക്ക് ഈ കൺട്രി സൂട്ടബിൾ ആണോ, പിന്നെ നമുക്ക് ആ കൺട്രിയിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത്. അതായത് ഇപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും, അതായത് അവർക്ക് മികച്ചൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ജസ്റ്റ് ഒരു കൺട്രി എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്ക് ടു ഇന്ത്യ ആയിരിക്കും അവർ നോക്കുന്നത്. ചില കുട്ടികൾ നോക്കും, ഓക്കെ ഇത്രയും സ്പെൻഡ് ചെയ്യുന്നതാണ്, സോ ദേ വിൽ ബി ഹാവിങ് സം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ചിലവർക്ക് പഠിക്കൽ മാത്രമല്ല, അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിൻ്റെ ഒരു റിട്ടേണും കൂടെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. സോ അങ്ങനെ റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് കൺട്രി ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ചില കുട്ടികൾ സ്കോളർഷിപ്പ് നോക്കുന്നവരായിരിക്കും. കാരണം അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, കുറച്ചും കൂടെ പെർസെൻറ്റേജ് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ സ്കോളർഷിപ്പ് ഓപ്ഷൻസ്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് നോർമലി മിക്ക കൺട്രീസിൽ ഒരു 8 to 10 months മുമ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ ഒരു 5 to 6 months മുമ്പേ അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് മിനിറ്റ് ആപ്ലിക്കേഷൻ അല്ല, കാരണം അത് ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസ് ആണ് ഓൾവേസ് എല്ലാ കൺട്രീസിലും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്കോളർഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റുള്ള ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, ഡെഡ് ലൈൻ ഫോളോ ചെയ്യുന്നതായിക്കോട്ടെ, സോ ഇതിനെക്കുറിച്ചും നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ വേണം. കാരണം നമ്മൾ ഇവിടെയാണെങ്കിൽ പല കുട്ടികൾ നമുക്ക് വരുന്നത്, ഇപ്പോൾ അവർ പല കൺട്രി, ഫോർ എക്സാമ്പിൾ UK പല കൺട്രീസിൽ പോകുന്ന കുട്ടികളുണ്ട്, പക്ഷെ പഠിച്ച് തിരിച്ചു വന്നിട്ട് ഇവർ വലിയൊരു കരിയർ ഗ്രോത്ത് ഇല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ലോക്കൽ ഓഫീസുകളിലോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സോ അത് ബേസിക്കലി ഒരു പ്രോപ്പർ റിസർച്ച് ഇല്ലാതെ, ഒരു പ്രോപ്പർ സ്റ്റഡി ചെയ്യാതെ പോകുന്ന കുട്ടികൾക്കാണ് അങ്ങനെ ഒരു ഡീഫോൾട്ടിലേക്ക് വരുന്നത്. സോ ടു അവോയ്ഡ് ദിസ്, സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ലൈക്ക് ഓൾവേസ് ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദി കൺട്രി, അബൌട്ട് ദി കോഴ്സ് ആൻഡ് അബൌട്ട് ദി യൂണിവേഴ്സിറ്റി. തേർഡ് പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, അപ്രോച്ച് എ ഗുഡ് കൺസൾട്ടൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റഡി അബ്രോഡിൽ നമുക്ക് പല കുട്ടികളും ഇപ്പോൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻസും ഉണ്ട്. പല യൂണിവേഴ്സിറ്റീസ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻസാണ് ഇൻവൈറ്റിങ് ചെയ്യുന്നത് വിത്തൗട്ട് ഏജൻസി ഇൻ്റർഫിയൻസ്. പക്ഷേ
ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കിനും സ്റ്റുഡൻസിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വിസയുടെയൊക്കെ സ്റ്റേജ് വരുമ്പോഴത്തേക്കിനും പല കോംപ്ലിക്കേഷൻസും ഉള്ളത് കൊണ്ട് അവർക്ക് എന്തായാലും ഓൾമോസ്റ്റ് ഒരു 90% സ്റ്റുഡൻസിന് ഏജൻറ് സപ്പോർട്ട് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പറഞ്ഞാൽ പല ടെക്നിക്കൽ ഇഷ്യൂസും അവിടെ വരാം. സോ ഒരു ഏജൻറ്, അതായത് നല്ലൊരു കൺസൾട്ടൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് സ്റ്റുഡൻസ് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോകുന്നതിന് കൺട്രീനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും നമ്മൾ മുമ്പ് പറഞ്ഞു നല്ലൊരു ധാരണയുണ്ട്. അതേപോലെ കൺട്രീനെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. നെക്സ്റ്റ് അവർക്ക് കൂടുതൽ വരുന്നത് ഒരു വിസ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ടായിരിക്കും വരുന്നത്. സോ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഒരു ഏജൻറ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് സപ്പോർട്ട് വരുമ്പം എന്തൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്? നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കൺസൾട്ടൻസിൻ്റെ സക്സസ് ഹിസ്റ്ററി എന്താണ്, എത്ര നാളായിട്ട് അവർ ഇൻഡസ്ട്രിയിലുണ്ട്, വാട്ട് ഈസ് ദ സക്സസ് റേഷ്യോ. നമ്മൾ ഒരുപാട് നാളായിട്ട് ഇപ്പോൾ ഒരു ക്രൗഡഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടൻറ്റിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ബെറ്റർ, ഫോർ എക്സാമ്പിൾ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 1000-ൽ ഒരാൾ അല്ലെങ്കിൽ 100-ൽ ഒരാൾ മാത്രമായിരിക്കും നിങ്ങൾ. പക്ഷേ അതിൻ്റെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പക്ഷേ അതൊക്കെ അല്ലാതെ നമുക്കൊരു കൺസൾട്ടൻറ്റിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അവരുടെ അക്രഡിറ്റേഷൻസ്, അവരുടെ പാസ് ഹിസ്റ്ററീസ് എങ്ങനെയാണ്, നിങ്ങൾ അവരോട് സംസാരിക്കുക, വാട്ട് ആർ ദ സപ്പോർട്ട്സ് ദേ ആർ ഗിവിങ്, അവരുടെ റിവ്യൂസ് നോക്കുക, അവരുടെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ അവരുടെ ആ ഒരു സക്സസ് ഹിസ്റ്ററി നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ ആ ഒരു ഏജൻറ്റിൻ്റെ ജെന്യുനിറ്റി അറിയും അല്ലേ. സോ ദ വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ലൈക്ക് ടു approach a good consultant before starting your application. Fourth important point is like knowing about the documentation process. Okay, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 3rd പോയിന്റ്സ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഏർലി ആപ്ലിക്കേഷൻ നോക്കി, നമ്മൾ കോഴ്സ് സെലക്ഷൻ അല്ലെങ്കിൽ കൺട്രി സെലക്ഷൻ നോക്കി, അതേപോലെ നല്ലൊരു ഏജൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, 4th വരുമ്പോഴത്തേക്കിന് പ്രോപ്പർ പ്രസൻറ്റേഷൻ ഓഫ് ദ ഡോക്യുമെൻറ്റ്സ്. ഇപ്പം നമ്മളാണെങ്കിൽ ഇവിടെ കണ്ടുവരുന്നത് പല കൺസൾട്ടൻസിയുടെയും റിഫ്യൂസ് വന്ന കുട്ടികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അക്കാഡമിക്കലി ആയിക്കോട്ടെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. പാരൻസൊക്കെ നല്ല മാതിരി ITR സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് ആയിരിക്കും. എന്നാൽ പോലും ആ ഒരു ഡോക്യുമെൻറ്റേഷൻ ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ ആ ഒരു ഏജൻറ്റ് അപ്ഡേഷൻ ഇല്ലായ്മ കാരണം പല കുട്ടികൾക്കും വിസ റൂൾസ് അറിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് പല കുട്ടികളുടെയും വിസ റിഫ്യൂസൽ വന്നിട്ടുണ്ട്. സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രോപ്പർ അപ്ഡേറ്റ് അയക്കുക. നമ്മൾ കോഴ്സിനെ കുറിച്ചും കൺട്രീനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ കൺട്രിയുടെ വിസ നിയമങ്ങൾ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക. നമ്മളൊരു ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ ഇട്ടു, നിങ്ങൾ ഇട്ടതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഏജൻ്റായിട്ടും യൂണിവേഴ്സിറ്റി ആയിട്ടും നിങ്ങൾ കറസ്പോണ്ടൻസിൽ ഉണ്ടായിരിക്കണം. നോർമലി ഓൺ ആൻഡ് ആവറേജ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇട്ട് ഏത് കൺട്രിയിലാണെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ 1 to 2 വീക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു 1 വീക്ക് ശേഷവും നിങ്ങൾക്കൊരു അപ്ഡേറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ഇൻ ടച്ച് വിത്ത് ദി യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻ ഏജൻറ് ഓൾസോ. കാരണം ചില കേസുകൾ നമ്മൾ കാണാറുണ്ട്, ഏജൻറ്റുകളുടെ ഒരു പ്രശ്നം കാരണം യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ പോവാതെ വന്നിട്ടുണ്ട്. ഏജൻറ്റിൻ്റെ ഫോളോ അപ്പ് ഇഷ്യൂസ് കാരണം കുട്ടികൾക്ക് അഡ്മിഷൻ്റെ ഇൻ്റർവ്യൂസ് കിട്ടാതെ പോയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഏജൻ്റായിട്ട് നിങ്ങൾ കറസ്പോണ്ടൻസിൽ വയ്ക്കും, സൈമൾട്ടേനിയസ്ലി നിങ്ങൾ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ എവിടെയായി എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ ഇത് വന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ പിന്നീട് അഡ്മിഷൻ ലെറ്റർ വരുന്നത് അല്ലേ. അഡ്മിഷൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വല്ല ഇൻ്റർവ്യൂ ഉണ്ടോ, ഇൻ്റർവ്യൂ നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇതിൻ്റെയൊക്കെ ഒരു ഗൈഡ് ലൈൻസ് നിങ്ങൾ എടുക്കണം. അതോടൊപ്പം തന്നെ ഏജൻ്റായിട്ടും നിങ്ങൾക്ക് ഒരു കറസ്പോണ്ടൻസ് വെക്കണം. കാരണം ഒരു ഏജൻറ്റ് അറിയാൻ പറ്റും എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, അതിൻ്റെ എന്തൊക്കെയാണ് അറ്റയർ, അതിൻ്റെ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ഇതൊക്കെ ഒരു നല്ലൊരു ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കുക. ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു അവയർനെസ് നിങ്ങൾക്കും വേണം. അതോടൊപ്പം ഇനി നെക്സ്റ്റ് സ്റ്റേജ്, അതായത് നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് വരുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി വന്നു, നമ്മൾ ട്യൂഷൻ ഫീസ് അടിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിസ പ്രോസസ്സിൻ്റെ ഒരു ടൈമാണ്. ഈ വിസ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. കാരണം നമ്മൾ എപ്പോഴും കണ്ടുവരുന്നതാണ്, അക്കാഡമിക്കലി ഫിനാൻഷ്യലി നല്ല കുട്ടികളാണെങ്കിലും ഈ ഒരു വിസ പ്രോസസ്സിൻ്റെ ഒരു ഇഷ്യൂ കാരണം അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ്റെ ഇഷ്യൂ കാരണം പല കുട്ടികൾക്കും റെഫ്യൂസൽ വരാറുണ്ട്. അപ്പം എന്താണ് നമുക്ക് അവിടെ റെഫ്യൂസൽ വരാനുള്ള റീസൺ? നോർമലി ആ ഒരു പ്രസൻറ്റേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ്, പിന്നെ ഏർലി സബ്മിഷൻ. ഈ മൂന്ന് പോയിൻറ്റ്സ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ്
ചെയ്യുന്നു. അതായത് പ്രോപ്പർ പ്രസൻറ്റേഷൻ ഓഫ് ദി ഡോക്യുമെൻറ്റ്, ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ് ആൻഡ് യുവർ അക്കാഡമിക്. ഇപ്പോൾ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ വിത്ത് മോട്ടിവേഷൻ ലെറ്റർ. ഇത് ജസ്റ്റിഫയബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ നല്ല രീതിയിൽ, അത് ഏത് കൺട്രിയിലാണെങ്കിലും ഫിനാൻഷ്യലി ബാക്കപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് പാരൻസിൻ്റെ 3 ഇയർ ITR-ഉം അതോടൊപ്പം ചാർട്ടേഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള അസറ്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. ഇത് കൂടാതെ തന്നെ വിസയുടെ ഇൻ്റർവ്യൂ ഉണ്ടാവും. സോ യു ഷുഡ് ബി വെരി തറോ അബൌട്ട് നമുക്ക് ആ കൺട്രീനെ കുറിച്ച് കോഴ്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ മാത്രം പോരാ. നമ്മൾ എന്താണോ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി അവിടെ, കാരണം സ്റ്റഡി അബ്രോഡ് എപ്പോഴും കോസ്റ്റ്ലി തന്നെയാണ്, അത് ഏത് കൺട്രി ആണെങ്കിലും പൈസ ചിലവുള്ള കൺട്രി. അപ്പോൾ ഇത്രയും പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ വൈ നോട്ട് ഇൻ ഇന്ത്യ എന്നുള്ളത് ചില ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ചോദിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് നല്ലൊരു ധാരണയാണ്. ഇതിലുടനീളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പറാണ്, നിങ്ങളുടെ ഗ്യാപ്പ് പ്രോപ്പർ ജസ്റ്റിഫയബിൾ ആണ്. നിങ്ങൾ ചില കൺട്രീസിലേക്ക് വരുമ്പോൾ അറ്റസ്റ്റേഷൻ ഈസ് മാൻഡേറ്ററി, ആ അറ്റസ്റ്റേഷൻ പ്രോപ്പറാണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 4th സ്റ്റെപ്പിൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നിങ്ങളും ചെക്ക് ചെയ്യണം. റാദർ ദാൻ ഒരു ഏജൻ്റ് കൺസൾട്ടേഷൻ കൂടാതെ നിങ്ങൾക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അറേഞ്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർ പോസ്റ്റ് ലാൻഡിങ് അസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോഴ്സ്, കൺട്രി, വിസയ്ക്ക് സബ്മിഷൻ കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ വിസ വന്നതിന് ശേഷം നമുക്ക് അക്കോമഡേഷൻ വേണം, പിക്കപ്പിൻ്റെ അറേഞ്ച്മെൻറ്റ് വേണം. അതിന് ശേഷം യൂണിവേഴ്സിറ്റി എത്തിയതിന് ശേഷമുള്ള എൻറോൾമെൻറ്റ് ഫോർമാലിറ്റീസ്, ഇതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് പ്രോപ്പർ എൻറോൾമെൻറ്റ് ഡേറ്റ് ചെക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കേസുകളിൽ കുട്ടികൾക്ക് പിന്നെ ഒരു ഇൻടേക്കും കൂടെ വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു പോരേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അക്കോമഡേഷൻ പ്രോപ്പർ അല്ലാത്ത കേസിൽ പല ഇഷ്യൂസും കുട്ടികൾ ഫേസ് ചെയ്യാറുമുണ്ട്. സോ ഹാവ് ടു അവോയ്ഡ് ഓൾ ദീസ് പ്രോബ്ലംസ്. അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ളത്, പല കൺട്രീസിലേക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ഇടുമ്പം തന്നെ നമുക്ക് അക്കോമഡേഷനും അപ്ലൈ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും നമുക്ക് അക്കോമഡേഷൻ അപ്ലൈ ചെയ്യാം. സോ വൈസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ, അതായത് യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ ഇടുമ്പം തന്നെ ഇതിൻ്റെയും കൂടെ പോസിബിലിറ്റീസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി യൂണിവേഴ്സിറ്റിയിൽ അക്കോമഡേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്ക ഏജൻസിനും അവരുടെ തന്നെ ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മുമ്പ് പോയ കുട്ടികളുടെ ആണെങ്കിൽ അവരുടെ റെഫറൻസ് എടുക്കാം. അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നോക്കുമ്പോഴത്തേക്കിനും ഓൾറെഡി പോയ കുട്ടികളുടെ റെഫറൻസ് ത്രൂ അക്കോമഡേഷൻ എടുക്കണമായിരിക്കും നല്ലത്. പക്ഷെ അത് ശ്രദ്ധിക്കണം, അത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളൊരു പേയ്മെൻറ്റ് സ്റ്റേജിലേക്ക് എത്തേണ്ടത്. യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ആയിരിക്കും എപ്പോഴും സേഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മളൊരു 3 മന്ത് അല്ലെങ്കിൽ ഒരു 6 മന്തിലേക്ക് അഡ്വാൻസ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ എടുക്കുക. നിങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷം അതൊരു കോസ്റ്റ്ലി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു 3 മന്ത് അല്ലെങ്കിൽ ആ 6 മന്ത് കോൺട്രാക്റ്റിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് വേറെ എടുക്കാവുന്നതായിരിക്കും. പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ കെയർ ഓഫ് ഉള്ള അക്കോമഡേഷൻ എടുക്കുക. ഇത്ര കോസ്റ്റ്ലി ആയിരിക്കും, ബട്ട് സേഫ്റ്റി കുറച്ചും കൂടെ നല്ലതായിരിക്കും. സെക്കൻഡ്ലി, നിങ്ങളുടെ പിക്കപ്പിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പിക്കപ്പിൻ്റെ ചില യൂണിവേഴ്സിറ്റീസ് വരും, പിക്കപ്പിന് ആ ഒരു ഓൺ ടൈമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പിക്കപ്പിന് വരാറുണ്ട്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഏജൻസ് ത്രൂ നിങ്ങൾക്ക് പിക്കപ്പിന് അറേഞ്ച് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ യൂണിവേഴ്സിറ്റി എൻറോൾമെൻറ്റ് കറക്റ്റ് ടൈം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പല യൂണിവേഴ്സിറ്റീസിലും എൻറോൾമെൻറ്റ് കറക്റ്റ് ടൈമിൽ കുട്ടികൾ ചെയ്യാത്തത് കൊണ്ട് പല ഇഷ്യൂസും ഇൻടേക്ക് ഡിഫർ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചു പോരേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ നമ്മൾ പോണതിന് മുമ്പേ എൻറോൾമെൻറ്റ് പ്രൊസീജിയേഴ്സ്, എൻറോൾമെൻറ്റ് ടൈം ചെക്ക് ചെയ്യുക. എൻറോൾമെൻറ്റ് ചില കൺട്രീസിലേക്ക് ചില അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ PCC അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ഡോക്യുമെൻറ്റേഷനും നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രാവൽ ചെയ്യാനുള്ളത്. സോ സ്റ്റുഡൻസ്, ഇതിൽ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും, ഇനി അതല്ല പുതിയതായിട്ട് ആപ്ലിക്കേഷൻ ഇടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളാണോ, നിങ്ങൾക്ക് വിസയിലേക്ക് പോകാനുള്ള ഒരു ഇഷ്യൂസാണ്, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ട് ഫീസൊക്കെ പേ ചെയ്തു പിന്നെ അവിടെ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോമ്പസ് ഇൻ്റർനാഷണൽ എക്സ്പേർട്ട് ടീമായിട്ട് നിങ്ങൾക്ക് കൗൺസിൽ ചെയ്യാം. സോ ഇതിൽ ഇപ്പോൾ ഈ ഇൻടേക്കിൽ പോകാൻ നിൽക്കുന്നവരോ 2026 പ്ലാൻ ചെയ്യുന്നവരോ റീസെൻ്റ്ലി ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾ, ഏത് സ്റ്റേജിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് കോമ്പസ് ഇൻ്റർനാഷണലായിട്ട് കോൺടാക്ട് ചെയ്യാം. സോ ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് ഫിൽ അവർ ഫോം ഡൗൺ ബിലോ.